സംഘർഷങ്ങളിൽ എരിഞ്ഞമർന്ന് ഇല്ലാതാകുകയാണ് ഗാസ. മരണസംഖ്യ ഓരോ ദിവസവും ഉയരുമ്പോൾ ആഹാരവും മരുന്നും കുടിവെള്ളവുമില്ലാതെ മരിച്ചു ജീവിക്കുന്നത് പതിനായിരങ്ങൾ. വെടിനിർത്തൽ ഇനിയും വൈകിയാൽ തിരുത്താൻ വയ്യാത്തൊരു തെറ്റായി ആയിരങ്ങൾ ഇനിയും കൊല്ലപ്പെട്ടേക്കാം. ഭൂമിയിലെ ഏറ്റവും വിശപ്പുള്ള പ്രദേശമായി ഗാസ മാറിയെന്നും 23 ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക വിഭാഗം അറിയിച്ചു. ഗാസയിൽ US മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ അംഗീകരിച്ചു. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ വേരോടെ ഇല്ലാതാക്കുമെന്ന ഇസ്രായേലിന്റെ ഭീഷണി. വെടിനിർത്തൽ നിർദ്ദേശത്തെ അനുകൂലിക്കുന്നുവെന്നും 10 ബന്ദികളെ ജീവനോടെ കൈമാറാമെന്നും ഹമാസ്. മുഹമ്മദ് സിവാൻ കൂർഡി കൊല്ലപ്പെട്ടതോടെ നയിക്കാൻ ആളില്ലാത്ത പ്രതിസന്ധിയിൽ ഹമാസ്. താൽക്കാലിക വെടിനിർത്തലിനു ശേഷം മാർച്ച് പകുതിയോടെ ആരംഭിച്ച ആക്രമണ പരമ്പരകൾക്ക് അവസാനമിടാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറല്ല. ഉപരോധങ്ങളിലൂടെ പലസ്തീൻ ജനതയെ ശ്വാസം മുട്ടിച്ച് ഹമാസിനെ വരുതിയിലാക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. എന്നാൽ ബന്ദികളെ മോചിപ്പിക്കുകയെന്ന ഇസ്രായേലിന്റെ ആവശ്യത്തിന് നേരെ ഹമാസും കണ്ണടയ്ക്കുകയാണ്. ഇരുപക്ഷത്തിന്റെയും പിടിവാശിയുടെ ദുരിതഫലങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ. സർവ്വതും നഷ്ടപ്പെട്ട് അനിശ്ചിതത്വങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പലസ്തീനിയൻ ജനത. ഏറ്റവും ഒടുവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് സമാധാന ശ്രമങ്ങളും പല വഴിക്ക് പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ലോക ജനത. ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ചുവെന്നാണ് ഹമാസിന്റെ ആരോപണം. എന്നാൽ ഭീകരതയ്ക്കെതിരായ മുൻകരുതൽ നടപടിയാണെന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. ഒരു വശത്ത് ആക്രമണങ്ങൾ ശക്തിയാക്കിയപ്പോൾ തന്നെ മറുവശത്ത് ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രായേൽ തടഞ്ഞു. മരുന്നും ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കുന്നത് തടസ്സപ്പെട്ടതോടെ പട്ടിണിയും രോഗങ്ങളും ഗാസയിലെ ജനങ്ങളെ വേട്ടയാടുന്നു. വ്യോമാക്രമണങ്ങൾക്കൊപ്പം ഗാസ നിവാസികളെ പട്ടിണി മരണത്തിലേക്കും തള്ളിവിട്ട ഇസ്രായേൽ നടപടിയെ UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്കും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അപലപിച്ചു. ഗാസയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇപ്പോഴും പ്രതിസന്ധികളുണ്ട്. UNന്റെ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് നിയന്ത്രണമുണ്ട്. കർശന പരിശോധനകൾക്ക് ശേഷമാണ് ചില ട്രക്കുകൾ ഇസ്രായേൽ സൈന്യം കടത്തിവിടുന്നത്. ഗാസയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ കടത്തിവിടുന്ന ട്രക്കുകളുടെ എണ്ണം കുറവാണ്. സഹായങ്ങൾ തടയുകയും ആക്രമണങ്ങൾ ശക്തമാക്കുകയും ചെയ്തതിനാൽ ഗാസയിലെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുടെ അവസ്ഥ ദയനീയമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ വക്താവും പറഞ്ഞു. പട്ടിണിയുടെ പിടിയിലായ ഗാസയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യസംഭരണ കേന്ദ്രം ജനക്കൂട്ടം തള്ളിത്തുറക്കുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 4 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാതെ ഭക്ഷണ വിതരണം എത്രയും വേഗം വ്യാപകമാക്കാൻ UN ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. നേരത്തെ സഹായ വിതരണത്തിന് സ്വകാര്യ കരാറുകാരെ വെച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സഹായ വിതരണത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും 48 പലസ്തീൻകാർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ ബ്രിട്ടൻ നിർത്തിവെച്ചു. ഗാസയിലേക്കുള്ള സഹായം തടയുന്നത് തുടർന്നാൽ ഉപരോധം പോലുള്ള നടപടികൾക്ക് സന്നദ്ധരാകുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഫ്രാൻസും കാനഡയും ഉറച്ച നടപടികളിലേക്ക് തിരിയുമെന്ന് ഇസ്രായേലിനെ അറിയിച്ചു. ഇസ്രായേലി മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സ്വീഡനും വ്യക്തമാക്കി. ബാക്കിയുള്ള ബന്ദികളെ വിട്ടയച്ചാൽ ഹമാസ് ആയുധം താഴെ വെച്ചാൽ പിറ്റേ ദിവസം യുദ്ധം അവസാനിക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കാനഡയുടെയും നിലപാട് നൽകിയ മറുപടി. ഇസ്രായേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രായേൽ വധിച്ചു. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ ഹമാസിന്റെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു. ഇസ്രായേൽ സൈന്യവുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്ക് കൂലി കൊടുക്കാൻ പോലും കഴിയാതെ നട്ടം തിരിയുകയാണ് ഹമാസ്. 4 മാസത്തിനിടെ ഹമാസ് പ്രവർത്തകർക്ക് കൂലി ഇനത്തിൽ കിട്ടിയത് വെറും 21,317 രൂപ മാത്രം. അതേസമയം ഹമാസിന്റെ നേതൃനിരയെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഇതുകാരണം ശേഷിക്കുന്ന പല നേതാക്കളും ഒളിസങ്കേതത്തിലാണ്. നേതൃനിരയുടെ നേരിട്ടുള്ള ഏകോപനമില്ലാത്തത് യുദ്ധത്തെയും ബാധിക്കുന്നുണ്ട്. മുൻനിര നേതാക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏറ്റവും ഒടുവിൽ ഹമാസിന് നഷ്ടമായത് മുഹമ്മദ് സിൻവാറിനെയാണ്.
മുഹമ്മദ് സിൻവറിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അറിയിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് മുൻ നേതാവ് യഹ്യ സിൻവറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവർ. മെയ് 14-ന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവറിന് മാരകമായി പരിക്കേറ്റിരുന്നു. യുദ്ധം നിയന്ത്രിക്കുന്നതിനായി സർവ്വസജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്ന ഭൂഗർഭ നിലയത്തിലായിരുന്ന മുഹമ്മദ് സിൻവാറിനെ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വധിക്കുകയായിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 54,000 കടന്നുവെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി. പരിക്കേറ്റവർ 1.25 ലക്ഷം കടന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കാണാതായവരെയും മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,000 കടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US അംഗീകരിച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് വൈറ്റ് ഹൌസ് വെളിപ്പെടുത്തി. 60 ദിവസത്തെ വെടിനിർത്തലാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ കാലയളവിനുള്ളിൽ ഗാസയിൽ ജീവനോടെയുണ്ടെന്ന് കരുതുന്ന 10 ബന്ദികളെയും മരിച്ച 18 പേരുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറണം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇസ്രായേലിന്റെ പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിന് സമർപ്പിച്ചു. വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചുവെന്നും നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹമാസും സ്ഥിരീകരിച്ചു. അതേസമയം ഗാസയുടെ 77% നിയന്ത്രണം ഇസ്രായേൽ കൈയടക്കിയതായി ഹമാസ് മാധ്യമ വിഭാഗം അറിയിച്ചു. കര, വ്യോമാക്രമണവും ഒഴിഞ്ഞുപോകൽ മുന്നറിയിപ്പും വഴിയാണ് ഗാസയുടെ 3/4 പങ്കും ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയതെന്ന് അവർ പറഞ്ഞു. ഗാസയിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ 22 കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇവിടെ ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. 30 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ കുടിയേറ്റ വിപുലീകരണം നടത്താനുള്ള പദ്ധതിക്ക് നേരത്തെ ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ പല അറബ് രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.